പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നും പതിവ് പോലെ ഈ വെള്ളിയാഴ്ചയുടെ ഈ വയ്യാറായ സമയത്ത് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ഓരോ രാജ്യത്ത് ഓരോ സമയമാകുന്നു. ആ സമയമൊക്കെ നമുക്ക് ദൈവം അനുവദിച്ച് തന്ന് ഇങ്ങനെ ഒന്നിച്ചു കൂടുവാനായിട്ട് ഈ വെള്ളിയാഴ്ചയുടെ വയ്യാറായ സമയത്തും നമുക്ക് അനുവദിച്ചു തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമ്മളെ അതിന് സഹായിച്ചു. അതിനുള്ള മീഡിയ നമുക്ക് ഈ നിലയിൽ അനുവദിച്ചു തന്നു. നമ്മുടെ ഭരണാധിപന്മാരിൽ കൂടി അവരുടെ ആ നിയമത്തിന് വിധേയപ്പെട്ട് നമുക്ക് രാജ്യത്തൊക്കെയും ഈ മീഡിയ എത്തിച്ചേർന്ന് നമുക്ക് ഒന്നിച്ചിങ്ങനെ ആയിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇന്നും നമുക്ക് ലഭിച്ചതോർത്ത് അവസരം തന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാകുന്നു. ഇന്ന് 185 നമ്മുടെ പ്രയർ സൂം മീറ്റിംഗ് ആകുന്നു. ഈ 185 പ്രയർ മീറ്റിലേക്ക് എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും സഹോദരിമാര് കടന്നു വരാറുണ്ട്. നമ്മുടെ സമയത്തിന്റെ അനുസരിച്ച് നമ്മള് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ തുടങ്ങി. ഇനിയും കടന്നു വരാനുള്ളവർക്കും അതിനുള്ള സാവകാശം കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് സമയം ചെലവഴിക്കാം. ഇന്ന് നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കണം. നമുക്ക് ക്ലൈമറ്റ് പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റുകളാ. ഈ മീഡിയ ലഭിക്കേണ്ട സ്ഥലത്ത് മേടിക്കേണ്ട ഭവനങ്ങളിലൊക്കെയും അത് കറക്റ്റായിട്ട് ഈ മീറ്റിംഗ് ആരംഭം മുതൽ തീരുന്നത് വരെയും അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കണം. എല്ലാ വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മൾ കടന്നു വന്ന എല്ലാവരും അത് ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കണം. നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും ഒത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്കുണ്ടാകാം. ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ കൊച്ചുമക്കളുള്ളവരുണ്ട്, ഭവനങ്ങളിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെയും മാറി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കണം. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിങ്ങിന്റെ ക്രമം ഒന്ന് പറയാനായിട്ട് ആദ്യമേ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴേ അത് ഓർത്ത് പ്രാർത്ഥിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് 2 പാട്ട് പാടും. ആദ്യം അനീമ ജസ്റ്റിൻ, അയർലൻഡിൽ എന്ന പ്രിയ യുവ സഹോദരി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. പ്രിയ സഹോദരിയെ ദൈവസന്നിധിയിലേക്ക് ദൈവനാമത്തില് പാട്ട് പാടുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നുള്ളവരെ അറിയിക്കുന്നു. പിന്നെ നമുക്ക് മെസ്സേജ് തരാനായിട്ട് നമ്മുടെ ലത സ്വരൂപ് സഹോദരിയാകുന്നു. പ്രിയ സഹോദരിയെയും ദൈവനാമത്തില് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത് നമ്മുടെ സഹോദരി ഡെയ്സി തോമസ് ആകുന്നു. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. നമുക്ക് പ്രാർത്ഥനയുടെ നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ എൽസി ആന്റി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. അതിനായിട്ട് പ്രിയ എൽസി ആന്റിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ തൃപ്പാദലിതാ മുട്ടുകുത്തുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാദപീഠത്തിലേക്ക് അടുത്ത് വരാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ അങ്ങനെ ഒരു പ്രവേശനം നൽകിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ പാദപീഠത്തിൽ മുട്ടുകുത്തുവാനുള്ള പദവി തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന നിന്റെ നാമ മഹത്വത്തിനായി തീരണം. അതിനായിട്ട് തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സകല സ്തുതിക്കും സ്തോത്രത്തിന് യോഗ്യൻ നീ മാത്രമാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കൂടി വന്ന എല്ലാ സഹോദരിമാർക്കായിട്ട് സ്തോത്രം. നടക്കുന്ന എല്ലാ പരിപാടികളിലും ലീഡ് ചെയ്യുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന, പാടുന്ന, അതുപോലെ വചനം സംസാരിക്കുന്നവർ, ഇവർക്കെല്ലാം ആവശ്യമായ കൃപ നൽകണം. പരിശുദ്ധാത്മ നിറവിൽ തന്നെ ഞങ്ങൾ ഇരുപ്പാനും അത് ചെയ്യുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ധാരാളമായി നൽകണം. അത് മാത്രമല്ല, ഞങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനേക വിഷയങ്ങൾ തൃപ്പാദത്തിൽ പ്രാർത്ഥിപ്പാനാണല്ലോ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിലുണ്ടെങ്കിൽ കർത്താവെ, നീ അത് അറിയുന്നു. നിന്റെ തീജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് നോക്കി അതെല്ലാം മാറ്റി കർത്താവ് നിന്റെ നാമം മഹത്വത്തിനാക്കി തീർക്കണം. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. നീ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം.
അനേക വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. ഞങ്ങൾ അത് ഓരോന്ന് നിരത്തി വെക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കണം. കൂടി വന്ന ഓരോരുത്തരെയും തൃപ്പാത്തിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന കൃപയ്ക്കായിട്ട് വീണ്ടും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ. താങ്ക് യു വെൽസാൻഡി. നമുക്ക് ഇനി അടുത്ത പാട്ടാണ്. പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ വർഷം നമ്മുടെ 2024 അവസാനത്തിലേക്ക് നമ്മൾ അടുത്ത മാസം കടന്നു വരിക. അപ്പം നമുക്ക് അടുത്ത മാസം നമ്മുടെ മീറ്റിങ്ങിന്റെ ക്രമീകരണത്തെ കുറിച്ച് അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഷേർലി ബാബുക്കുട്ടി സിസ്റ്ററെ അതുകൊണ്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സാക്ഷി യോഗത്തെ കുറിച്ചുള്ള ഒരു ചെറിയ അനൗൺസ്മെന്റ് പ്രിയ സഹോദരി നമ്മളെ അറിയിക്കുന്നുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് ഇത്രയും പേർക്ക് കൂടി വരുവാൻ സഹായിച്ചു. ദൈവം ആ നിലയിലൊക്കെ നമ്മളോട് കരുണ കാണിച്ചു. ഈ വർഷത്തിന്റെ ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നവംബർ ഇപ്പൊ പകുതി കഴിഞ്ഞു. ഇന്ന് 15 കൊണ്ട് പകുതിയായി. കഴിഞ്ഞ വർഷം നമുക്ക് ഡിസംബറിൽ ഒരു ടെസ്റ്റിമണി മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. അനേക സഹോദരിമാർക്ക് ടെസ്റ്റിമണി പറയാനുള്ള അവസരം ലഭിച്ചു. ഈ വർഷവും ആ നിലയിൽ ക്രമീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ ഒരു വർഷത്തെ ടെസ്റ്റിമണി പറയാൻ ഒരുപാടുണ്ട്. എന്നാൽ അതിനുള്ള സാവകാശം ഇല്ല. നമുക്ക് പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡിൽ കൂടി ഇത്രയും നാൾ നമ്മൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്ത് നമുക്ക് ലഭിച്ച ആത്മീയ നന്മകളെ പറ്റി പറയുവാനുള്ള അവസരമാണ്. ആ നിലയിൽ 5 മിനിറ്റിൽ കവിയാതെ ഒരു സാക്ഷ്യം പറയുവാൻ താല്പര്യം ഉള്ളവര് ഡാർലി സാമുവൽ ആന്റിയുടെ ആന്റിക്കോ അല്ലെങ്കിൽ സാറ മാത്യൂസ് ആന്റിയുടെ പേരിലോ നിങ്ങളുടെ താല്പര്യം അറിയിച്ചാൽ അതിനുള്ള സമയം ക്രമീകരിക്കാൻ പറ്റും. അല്ല നമുക്കത് ഇത്രയും പേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കല്ലാതെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ അറിയിക്കണമെന്ന് പറഞ്ഞത്. ആ നിലയിൽ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ നിലയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും ഒരുക്കത്തോടെ ആ കാര്യങ്ങൾ നേരത്തെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 5 മിനിറ്റ് മാത്രമേ നമുക്ക് സമയമുള്ളൂ. അതിനിടയിൽ നമ്മുടെ സാക്ഷ്യം പറഞ്ഞു തരേണ്ടതാണ്. വളരെ പ്രാർത്ഥനയോട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ടെസ്റ്റിമണി മീറ്റിങ്ങിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാണ്. ഡിസംബറിലെ ആദ്യത്തെ 3 ആഴ്ചയാണ് നമ്മുടെ മീറ്റിംഗ്, അത് ടെസ്റ്റിമണി മീറ്റിംഗ്. അതും പ്രത്യേകം ഓർക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇനി വീണ്ടും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും അതിന്റെ തൊട്ട് തലേ ആഴ്ചയില്. അപ്പൊ എല്ലാവർക്കും ഒന്നും മനസ്സിലാവും. ദൈവനാമത്തെ നമുക്ക് ഇനി അടുത്ത 2 പാട്ട് പാടാനുള്ള അവസരമാണ്. നമുക്കിന്നൊരു യുവ സഹോദരിയാണ് നമ്മുടെ മധ്യത്തില് പാട്ട് പാടാനായിട്ടുള്ളത്. ആ യുവ സഹോദരിയെ നമ്മുടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ സമയം ഞാൻ വീഴ്ത്തിയാകുന്നു. വളരെ സന്തോഷത്തോടെ പ്രിയ സഹോദരിയെ, യുവ സഹോദരി അയർലൻഡിലായിരിക്കുന്നു, ജോലിയോടനുബന്ധിച്ച് അവിടെയാണ്. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ നമുക്ക് ആദ്യം വന്ന കയറിയവരൊക്കെ കേട്ട് കാണും. പ്രിയ മകളെ ഞങ്ങളുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്കും ഇന്നത്തെ പാട്ട് പാടാനായിട്ടും ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരമായ 2 പാട്ട് ഇപ്പം പാടി നമ്മളെ കേൾപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ യുവ സഹോദരിയെ അനീമ ജസ്റ്റിൻ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ആൻറ്റി. ഇങ്ങനെ സഹോദരിമാരുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം തന്ന ചെറിയ ശുശ്രൂഷ ദൈവനാമത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Yeah.
സ്തോത്രം
അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ട്, അതിലും നല്ല സൗണ്ടോടുകൂടി പാടിയെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ആ സൗണ്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ യുവ സഹോദരി ഇത് നമ്മുടെ പതിത്തിന് ഇങ്ങനായിരിക്കാന് ദൈവം നമുക്കൊരവസരം ലഭിച്ചു. പ്രിയ സഹോദരി, പ്രിയ മോള്, അവളെ ജോലിയോടനുബന്ധിച്ച് അയർലൻഡിലായിരിക്കുന്നു. നമുക്കിന്ന് നമ്മുടെ പതിത്തിന് ഇങ്ങനായിരിക്കാനും നല്ല സൗണ്ടോടുകൂടി ആ പാട്ട് പാടി നമ്മളെ കേൾപ്പിക്കാനും ദയായോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അതിനൊപ്പം തന്നെ പ്രിയ മോളോടുള്ള നന്ദി ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം കൂടുതലായിട്ട് വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ജോലി സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വാർത്ത കരയറ്റിയും ആയിരിക്കുന്നതിനുള്ള ആയിരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരു പ്രാവശ്യം കൂടെ മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മീറ്റിംഗ് ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഇനിയും മെസ്സേജ് തരാനായിട്ട് നമുക്ക് ഇനിയുള്ളത്, നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പൊ നമ്മുടെ കണ്ണുകളൊക്കെ എപ്പോഴും നമ്മൾ തുറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ ഇന്നും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങള്, സത്യങ്ങള് നമുക്ക് കേൾക്കാനായിട്ട് ദൈവമായിട്ട് നമ്മളെ ഇങ്ങനെ കൂട്ടി വരുത്തിയിരിക്കുക. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തന്ന്, എല്ലാ ഫ്രീഡവും തന്ന് നമ്മളെ ഇങ്ങനെ ആയിരിക്കുന്നവരുകള്. അപ്പൊ ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രിയ സഹോദരി ലതാ സ്വരൂപിനെ ദൈവനാമത്തിന്റെ നമ്മുടെ മീറ്റിംഗിന്റെ പേരിൽ ക്ഷണിച്ചുകൊണ്ടുന്നു. നമുക്ക് ഇനി അല്പസമയം നമുക്ക് വചനത്തിന് മുൻപാകെ നമുക്ക് കാതോർത്തിരിക്കാം. ദൈവമായ കർത്താവ് അതിനെ അനുഗ്രഹിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധയോടുകൂടി ഇരിക്കാനും നമ്മൾ ഓരോരുത്തരും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് പ്രിയ സഹോദരിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊണ്ടുന്നു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി. താങ്ക് യു ആന്റി. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. 155-മത്തെ പാൻഡത്തിന്റെ ഈ പ്രയർ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആന്റിമാർക്കും സഹോദരിമാർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇന്ന് എല്ലാ ഫ്രൈഡേയും ഇങ്ങനെ കൂടി വരുന്നത്. ദൈവവചനത്തിൽ നാം പലരും മധ്യസ്ഥത ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രത്യേക മോശെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി, അതുപോലെ ശമൂവേല് ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് കാണാം. അതുപോലെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവ് നമ്മളുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് കാണാം. അതുപോലെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്നത് കാണാം. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എന്നെ പറ്റി ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു. ഞാൻ കർത്താവിന്റെ മകളായി തീരുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ കോളനിയിലാണ്. അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ളവര് നമ്മളോട് പറയും, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പ്ലീസ് പ്രേ ഫോർ മീ എന്ന് പറയുമ്പോൾ എനിക്ക് അത് വളരെ ഒരു ഇതായിട്ട് തോന്നും. ഞാൻ എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്ന് ചിന്തിക്കുന്നവളായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെ ഇന്റർസെസറി പ്രേയറിനെ കുറിച്ചാണ് അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇതേക്കുറിച്ച് വായിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അതിന്റെ 22-ന്റെ അവസാനത്തിൽ നാം കാണുന്നത്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്നും തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോട് കൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷെ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ?
5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷെ 40 പേര് അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിനവൻ ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവിടെ നിന്നും പോയി അബ്രഹാം തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, അതിന്റെ ആ അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം വായിക്കുമ്പോൾ, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അബ്രഹാം അവിടെ ഇരുന്നപ്പോഴാണ്, കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോഴാണ് 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത്. കൂടാരത്തിന് നേരെ നിൽക്കുന്നത് കണ്ടിട്ട് ഉടനെ ഓടിച്ചെന്ന് അവരെ സൽക്കരിക്കാനായിട്ട്, അവരെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കാനായിട്ട് അബ്രഹാം ഓടിച്ചെല്ലുന്നതായിട്ട് നാം വായിക്കുന്നു. അബ്രഹാം സാറയും അവരെ അതിഥി സൽക്കാര പ്രിയരായിരുന്നു. അതുപോലെ അവര് ദൂരത്ത് നിന്നും എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ട് വരികയായിരിക്കും എന്നുള്ള ആ ചിന്തയോടുകൂടെ അവരെ ഭക്ഷണത്തിനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷമാണ് തനിക്ക് മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തെ ഒന്നുകൂടെ ദൈവം അബ്രഹാമിനോട് പിന്നെയും അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? 1 ആണ്ട് കഴിഞ്ഞിട്ട് അബ്രഹാമിന് ഒരു സന്തതി ജനിക്കുമെന്ന് പറയുന്നു. അപ്പോ സാറ അത് കേട്ട് വിശ്വസിക്കാൻ പ്രയാസമായതുകൊണ്ട് ചിരിക്കുന്നു. എന്നാൽ 14-ാം വാക്യത്തില് നാം വായിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് അബ്രഹാമിനോട് ചോദിക്കുകയാണ്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ പുറപ്പെട്ട് സോതോം വഴിക്ക് തിരിയുന്നു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോവുകയാണ്. താൻ ചെയ്യുവാനിരിക്കുന്ന കാര്യം യഹോവ അവിടെ വെച്ചാണ് അബ്രഹാമിനെ അറിയിക്കുന്നത്. സോതോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകൊണ്ട് അത് അതുപോലെ തന്നെയോ എന്ന് നോക്കാനായി അവിടേക്ക് വന്നതാണെന്ന് യഹോവ അബ്രഹാമിനോട് പറയുന്നു. പ്രിയ സഹോദരിമാരെ, ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ചില കാര്യങ്ങളെ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുന്നത് അവരിൽ നിന്നും ചിലത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ ചെയ്യുവാനിരിക്കുന്ന കാര്യം അബ്രഹാമിനോട് എന്തിനാണ് ദൈവം അറിയിച്ചത്? 18ഉം 19ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. ഇത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു ഉറച്ചതാണ്. 19-ാം വാക്യത്തില് നാം വായിക്കുന്നത്, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഒന്നുകൂടെ എനിക്ക് ക്ലിയർ ആയി അവിടെ ദൈവം പറയുന്നത്, ഐ നോ ഹിം, ഞാൻ അവനെ അറിയുന്നു. അബ്രഹാം എങ്ങനെയുള്ളവനാണെന്ന് ദൈവം നന്നായിട്ട് അറിയുന്നു. അബ്രഹാം തന്റെ മക്കളെയും പിൻതലമുറയെയും ദൈവഭയത്തിലും ദൈവത്തിന്റെ വഴികളിലും നടപ്പാൻ കൽപ്പിക്കും, അവരെ ദൈവത്തിന്റെ നീതിയും ന്യായവും അഭ്യസിപ്പിക്കും എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് തന്നെ താൻ മുൻകൂട്ടി ചെയ്യുവാനിരിക്കുന്ന ഈ കാര്യം അബ്രഹാമിനെ ദൈവം അറിയിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ പ്രതികരണം എന്തായിരുന്നു? അബ്രഹാം അടുത്ത് ചെന്ന് സോതോമിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അതായത് അവിടെ തന്റെ സഹോദരപുത്രനായ ലോത്തും ഫാമിലിയും ഉണ്ടെന്ന ചിന്ത തന്നെ അതിന് കൂടുതൽ പ്രേരിപ്പിക്കുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, അബ്രഹാമിന് സർവശക്തനായ ദൈവത്തിന്റെ ന്യായത്തിൽ
ന്യായത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല ധൈര്യത്തോടെ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയാണ്. കേവലം ഒരു മനുഷ്യനായ താൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവം ചെയ്യുവാനിരിക്കുന്ന കാര്യത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കനാൻ ദേശത്തേക്ക് ലോത്തുമായി യാത്ര തിരിച്ച് അബ്രഹാം ഇപ്പോഴും ലോത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഉള്ള ചുമതല ഏറ്റെടുക്കുകയാണ്. ലോത്താണെങ്കിൽ പാപം നിറഞ്ഞ ആ സോതോമിലാണ് താമസമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ മെസൊപ്പൊത്താമിയ രാജാക്കന്മാർ സോതോമിനെതിരെ വന്ന് ആ സോതോമ്യ രാജാവിനെയും അതുപോലെ ലോത്തിനെയും ഫാമിലി എല്ലാം അവര് ഒരുമിച്ച് ആക്രമിച്ച് അവരെ തടവുകാരായി കൊണ്ടുപോയപ്പോൾ അബ്രഹാം ആണ് തന്റെ വീട്ടിലെ പടയാളികളെയും കൊണ്ട് പോയി അവരെ മെസൊപ്പൊത്താമിയ രാജാക്കന്മാരിൽ നിന്നും വിടുവിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ കാര്യങ്ങള് എങ്ങനെയാണ്? ദൈവം തന്നെ സോതോമിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് സോതോം ആക്രമിക്കപ്പെട്ടപ്പോൾ അബ്രഹാമിന് തന്റെ പടയാളികളും അമ്പും വില്ലും എടുത്ത് അവരോട് പോരാടി സോതോമിലെ രാജാവിനെയും അതുപോലെ ലോത്തിനെയും ഫാമിലി അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെ സോതോമിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ തന്റെ അമ്പും വില്ലും പടയാളികളും കൊണ്ടല്ല, പിന്നെയോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് അബ്രഹാം പോരാടുന്നത്, ലോത്തിനും ഫാമിലിക്കും വേണ്ടി പോരാടുന്നത്. അപ്പോൾ കാലങ്ങളോളം പാപം ചെയ്ത മനുഷ്യരോട് ദൈവം ദയ കാണിച്ചിട്ടുണ്ട്. പുറപ്പാട് 34:6-7, യോന 4:2 ഒക്കെ നാം അതേപ്പറ്റി വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 130:3-4 വാക്യങ്ങളിൽ കാണുന്നത് പോലെ യഹോവയെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട്. ദൈവം കരുണയുള്ളവനാകൊണ്ട് മനുഷ്യർക്ക് പശ്ചാത്താപത്തിനുള്ള ഒരു അവസരം നൽകുന്നു. പക്ഷെ ഇപ്പോൾ സോതോമിന്റെ പാപങ്ങളെ നേരിടുവാനുള്ള സമയമായിരിക്കുകയാണ്. അബ്രഹാമിനും ഈ വസ്തുത വളരെ നന്നായിട്ട് അറിയാം. സോതോം എത്രമാത്രം പാപത്തിൽ അധപതിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് നന്നായിട്ട് അറിയാം. മുമ്പേ സോതോം രാജാവിനെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്നും യാതൊരു പ്രതിഫലവും സ്വീകരിക്കുവാൻ അബ്രഹാം തയ്യാറാകാതിരുന്നത്. ഇപ്പോ അബ്രഹാമിന് അറിയാം, ദൈവദൂതന്മാർ അവിടെ ചെന്ന് ആ പട്ടണം സന്ദർശിക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ നിർബന്ധിതരായി തീരുമെന്നുള്ള കാര്യം അബ്രഹാമിന് നന്നായിട്ട് അറിയാം. എന്നാൽ ലോത്തിനെയും ഫാമിലിയെയും അവരെ സംരക്ഷിക്കുവാൻ തനിക്ക് ചുമതലയുണ്ട് എന്ന് അബ്രഹാം കരുതി. അതുകൊണ്ട് തന്നെ താൻ യഹോവയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ദുഷ്ടനോട് കൂടെ നീ നീതിമാനെയും സംഹരിക്കുമോ? അവിടെ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ അവർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ എന്നാ പറയുന്നത്. ഉറപ്പോടും ധൈര്യത്തോടും കൂടെയാ പറയുന്നത്. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാൻ ഒരു നാളും കൊല്ലുകയില്ല. ശരിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അപ്പൊ അബ്രഹാം ദൈവത്തെ സർവഭൂമിക്കും ന്യായാധിപതി ആയവൻ എന്നാണ് വിളിക്കുന്നത്. അബ്രഹാമിന്റെ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അബ്രഹാമിന് അത്ര വലിയ ദൃഢ ഉണ്ടായിരുന്നു. താൻ കണ്ട മെസൊപ്പൊത്താമിയ ദേശത്തെ ദേവന്മാരെ പോലെ അല്ല യഹോവയായ ദൈവമെന്നും നീതിയും വിശുദ്ധിയുമുള്ള ദൈവമാണെന്നും നേരായുള്ളത് മാത്രമേ താൻ ചെയ്യുമെന്നുള്ളത് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിന് അബ്രഹാമിൽ നിന്ന് താൻ ഒരു നേരും നെറിയുമുള്ള തലമുറയെ മുമ്പോട്ട് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ അബ്രഹാം ദൈവത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുകയാണ്. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? നീതിമാന്മാരെ ദുഷ്ടന്മാരോട് കൂടെ നശിപ്പിക്കാതെ ദൈവം നീതി പ്രവർത്തിക്കുമെന്ന് അബ്രഹാമിന് ഉറപ്പും ധൈര്യവുമുണ്ട്.
അബ്രഹാം ദൈവത്തെ ഇതിന്ന് നാം മനസ്സിലാക്കുന്ന അബ്രഹാം ദൈവത്തെ നന്നായിട്ട്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വഴികള് നന്നായിട്ട് അറിയുന്ന അവനായിരുന്നു. ദൈവം അബ്രഹാമിനെ അറിഞ്ഞതുപോലെ തന്നെ അബ്രഹാമും തന്റെ ദൈവത്തെ, താൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ദൈവത്തോട് ഇടപെടുന്നത്. അബ്രഹാമിന്റെ ഈ ധൈര്യപൂർവമായുള്ള സമീപനം കാരണം ദൈവത്തിന് അബ്രഹാമിനോട് ദേഷ്യം തോന്നിയോ? ഒരിക്കലും ഇല്ല. ഇതിനായിട്ട് തന്നെയാണ്, ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി തന്നെയാണ് ദൈവം താൻ ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുമ്പ് കൂട്ടി അബ്രഹാമിനോട് ദൈവം അറിയിക്കുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30 വായിക്കുന്നത് പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ധൈര്യപൂർവമുള്ള സമീപനത്തിൽ ഉടനീളം നമുക്ക് അബ്രഹാമിന്റെ താഴ്മ കാണുവാൻ കഴിയും. 18-ാം അധ്യായത്തിന്റെ 27 നാം വായിക്കുന്നത്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ. 18-ന്റെ 30 നാം വായിക്കുന്നത്, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ. 18-ന്റെ 31-ലും 32-ലും താൻ പറയുകയാണ്, ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, കർത്താവ് കോപിക്കരുതേ. അങ്ങനെ തന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ടും എങ്കിലും തന്നെ ദൈവം അറിയിച്ച കാര്യം തനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ആ ധൈര്യം തനിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ദൈവിക സ്വഭാവത്തെ മനസ്സിലാക്കിയും കൊണ്ടാണ് അബ്രഹാം അപേക്ഷ കഴിക്കുന്നത്. ആ സ്ഥലത്ത് 10 പേർ പോലും നീതിമാന്മാരായിട്ടില്ല എന്നുള്ള കാര്യം ദൈവം അറിഞ്ഞിട്ടും ദൈവം അബ്രഹാമിന്റെ അപേക്ഷ സ്വീകരിക്കുന്നു. അബ്രഹാമുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അബ്രഹാമിനോട് കോപിക്കുന്നില്ല. എന്തുകൊണ്ട്? തന്റെ ദാസനായ അബ്രഹാം തന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന്, തന്നോട് ഈ കാര്യത്തിൽ അപേക്ഷിക്കുവാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ദൈവത്തെ വളരെ സന്തോഷിപ്പിച്ചു. പ്രിയ സഹോദരിമാരെ, നാം ദൈവത്തോട് അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് പറഞ്ഞ് നമ്മുടെ പെറ്റീഷൻസ്, നമ്മുടെ സപ്ലിക്കേഷൻസ് അവിടെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. നമ്മുടെ യാചനകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും മറുപടി നൽകുവാൻ വേണ്ടി ദൈവം വെമ്പൽ കൊള്ളുകയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ മക്കളാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവഭവനത്തിലേക്ക് തിരഞ്ഞെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. തന്റെ പെർസിസ്റ്റന്റ് പ്രയറിലൂടെ അബ്രഹാമിന് ദൈവത്തിന്റെ മനസ്സ് മാറ്റുവാൻ കഴിഞ്ഞു. തന്റെ ന്യായവിധിയിൽ ചെറിയ ഒരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു. ദൈവം ഇപ്രകാരം തന്റെ അപേക്ഷ കേട്ടു. ആ പട്ടണത്തിൽ 10 നീതിമാന്മാർ ഉണ്ടെങ്കിൽ താൻ ആ പട്ടണത്തെ നശിപ്പിക്കയില്ല എന്ന് അബ്രഹാമിന് ദൈവം വാക്ക് കൊടുക്കുകയാണ്. അബ്രഹാം വിചാരിച്ചു കാണും, ലോത്തിന്റെ ഭവനത്തിലെ 10 പേരെങ്കിലും ദൈവത്തെ അറിയുന്നവരായിട്ട് കാണുമെന്ന് അബ്രഹാം വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് 10-ന് താഴെ പോകാഞ്ഞത് അബ്രഹാം. അപ്പൊ അബ്രഹാമിന്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാൻഡറ്റ് ഫോർ ദ ലിവിംഗ് വേർഡ് ഫ്രൈഡേ, അതുപോലെ ലവ് ഈച്ച് അദർ ഗ്രൂപ്പില് നമ്മൾ ശനിയാഴ്ച ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ദൈവത്തിന് വളരെ പ്രസാദകരമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്ഥിരോത്സാഹത്തോടുകൂടെ നാം ദൈവത്തോട് അപേക്ഷിക്കണം. മടുപ്പ് കൂടാതെ നാം പ്രാർത്ഥിക്കണം. താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ നാം ചെല്ലണം എന്നാണ് അബ്രഹാമിന്റെ പ്രാർത്ഥന നമ്മെ അറിയിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കുന്ന അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ നിന്നും. അതുപോലെ തന്നെ അബ്രഹാമിന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ഒരിക്കലും നാം ഒരു കാര്യം മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ഇന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് മധ്യസ്ഥത ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ ഒരു നാളും നാം മറക്കരുത്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവ് മധ്യസ്ഥത ചെയ്യുന്നു. 1 യോഹന്നാൻ 2:1 നാം വായിക്കുന്നത്, നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ.
ഇന്ന് കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇതൊക്കെ നമ്മൾ 1 തിമോഥെയോസ് 2:5 റോമർക്ക് എഴുതിയ ലേഖനം 8:34 എബ്രായ ലേഖനം 7:25 നാം വായിക്കുന്നു. അതുപോലെ അബ്രഹാമിനെ പോലെ, മോശയെ പോലെ, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണമെന്ന് കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. ഇടിവിൽ നിൽക്കണം, ജനത്തിനു വേണ്ടി, നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി ഒക്കെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു. അത് തന്നെയാണ് ദൈവം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങൾ നമ്മെ പ്രാർത്ഥനയ്ക്കായി കൂടുതൽ ഉത്സാഹമുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും ഇരിക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.